ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിരിക്കുക കേട്ടോ. അപ്പം നാളെ അനിയത്തിയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം വന്നു. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോം ടൂർ പോലൊരു ഇതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിക്കുട്ടൻ. അപ്പം ആമി ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനായിട്ടൊന്ന് വൈകുന്നേരമായപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ സന്ധ്യാകാലമായിട്ടോ ഞാൻ കുറച്ച് നേരം കയറിയിട്ടോ. അപ്പം അത് ആമിപ്പെണ്ണ ഉറക്കമൊക്കെ കഴിഞ്ഞത് അനിയത്തിന് കൊടുത്ത് കിടക്കുകയാണ് കേട്ടോ. അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന് അനിയനുണ്ട്. അപ്പോൾ ടി വി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിക്കണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാള്. അവിടെ പിന്നെ പെയിൻ്റൊക്കെ ഓൾമോസ്റ്റ് എല്ലാ പണിയും തന്നെ കഴിഞ്ഞാണ് കേട്ടോ. നേരത്തെ ഒന്നും പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനത്തെ കഴിവൊന്നുമില്ലായിരുന്നു. ഇതാണ് ഞങ്ങൾ ഒരു റൂം. അപ്പോൾ ഇതാ പിള്ളേരുടെ തുണിയൊക്കെ ഒന്ന് കൊടുക്കാൻ ഇട്ടേക്കാണ്. ഇപ്പോൾ മഴയായതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വേറെ റൂം കേട്ടോ. അപ്പോൾ എവിടെയാണ് പിള്ളേരിപ്പോൾ കിടക്കുന്നത്. തുണിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഒരുപാടുണ്ട്. അപ്പോൾ നൂലിയേട്ടിന് വീട്ടിൽ കുറേ തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ്. ഇതാണ് പിന്നെ ഇതാണ് വേറെ റൂം കേട്ടോ. അപ്പോൾ ഇവിടെ തുണിയൊക്കെ ഉണക്കാനിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അനിയൻ കിടക്കുന്ന റൂം. അപ്പം അത് ഇച്ചിരി ഒരു ഇടുങ്ങിയ പോലത്തെ ഒരു റൂമാണ് കേട്ടോ. ഇത് ഡൈനിങ് ടേബിള്. പിന്നെ പിള്ളേർക്ക് ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്കും ഒറ്റപ്പാടും ബഹളമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് അടുക്കളയും പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന് അടുക്കളയുടെ പുറകുവശമായിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ ഡെസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് തുണിയിൽ പാത്രമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പുറത്തേക്ക് എടുത്ത് മാറ്റി അവിടെ കുറേ പാത്രമൊക്കെ വെച്ചിരിക്കുകയാണ്. ഇനി മഴയായതുകൊണ്ട് തുണിയെല്ലാം ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ് ഉണങ്ങാനായിട്ട്. അപ്പം കൊച്ചുങ്ങളുടെ തുണിയൊക്കെ തുറന്ന് കിട്ടുന്നതൊക്കെ ഇന്ന് തേച്ചെടുക്കാറുണ്ട്. പിന്നെ അമ്മായി വന്നിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ അപ്പം അമ്മയും വന്നു. അപ്പോൾ പിള്ളേരുടെ വീട്ടിൽ വർത്താനം പറയുകയാണ് കേട്ടോ. അപ്പം ചെറിയൊരു കുസുമനാന്ന് തോന്നുന്നു. വർത്താനം പറയുമ്പോൾ അങ്ങോട്ട് കയറി വരും, ചോട്ടും ഒക്കെ തൊഴിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പൊന്നൂസിന് കുഞ്ഞിക്കുട്ടനെ എടുക്കണം. അപ്പോൾ ഞാൻ അവിടെ മരുന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പം അമ്മയ്ക്കൊന്നും ഇവിടെ കിടക്കുവാണ് പാചകത്തിൽ. പെണ്ണൂറ്റി വരെ അവിടെ എടുക്കുന്നതൊക്കെ നടന്നു. നമ്മൾ പിടിക്കണം കേട്ടോ. അപ്പോൾ തന്നെ എടുക്കാനാണ്. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിടിച്ചിട്ട് നടക്കും. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീനുണ്ട്. മീനും കപ്പയാട്ടോ. അപ്പോൾ ഇതൊരു വരാലാണെന്ന് തോന്നുന്നു. കാറ്റുമീനും പോലത്തെ ഒരു മീനാണ്. കപ്പയും വേവിക്കാൻ പറ്റുന്നുണ്ട്. അതാ മീൻകറി നല്ല കൊടുമ്പുളി ഇട്ട് നല്ല അടിപൊളി മീൻകറിയാണ്. ഒരു കുട്ടികളും ഫിനിഷുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചെയ്യുന്നത് രാത്രി. പിന്നെ പപ്പടമുണ്ട്, പച്ചപ്പുഴുക്കുണ്ട്, മീനും മീൻകറിയും മീൻ വറുത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എനിക്ക് അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിള്ളേർ കഴിക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെയൊന്ന് കൂടെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടൊക്കെ വേണം സെറ്റ് ചെയ്യാൻ. മറിക്കൊക്കെ വെക്കാനും ബാസ്ക്കറ്റിലൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത്രയും എടുത്ത് കട്ടിലെടുത്ത് നേരത്തെ ഇട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് മടക്ക ഒതുക്കി വെക്കണം. ഒന്ന് തരം തിരിച്ചൊക്കെ വെക്കണം കേട്ടോ. അപ്പം നല്ല തുണിയും വീട്ടിലും തുണി അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. കുറേ ഉണ്ട്. നല്ല ഉടുപ്പ് ക്യൂട്ട്. നമ്മുടെ ബേബീസിൻ്റെ ഒക്കെ ഉടുപ്പ് നല്ല ക്യൂട്ടല്ല. അപ്പോൾ അടിപൊളിയാണ് അത് കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവരൊന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കറ്റ് നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇത് കാലിടുന്ന സോക്സാണ് കേട്ടോ. നൈസാണ്. അവർക്ക് എന്തൊക്കെ ഇടാണ്ടോ, തീരെ നൈസാട്ടോ. അപ്പോൾ അതിന് പല കളറുണ്ട്. നല്ല രസമുണ്ട് ഇടാൻ, സോഫ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നോക്കിയൊക്കെ ഇരുന്നു. എന്നതൊക്കെ പിന്നെ അടുത്ത തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പം പെട്ടിയിലൊക്കെ ആക്കി കുറേ നല്ല തുണിയൊക്കെ നല്ല കിട്ടുന്ന പോലെ തന്നെ ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നല്ലത് തുണിയൊക്കെ ഒരു കവറിനകത്തൊക്കെ ഇട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. അതൊക്കെ വേഗം ചെയ്ത് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് വെക്കും. അപ്പോൾ പൊന്നൂസ് ഉറങ്ങിയായിരുന്നു കേട്ടോ. പൊന്നൂസ് ഉറങ്ങിയ സമയത്താണ് ചെയ്തത്. അപ്പോൾ പകലൊന്നും ഉറങ്ങിയില്ലാത്തതുകൊണ്ടും പെട്ടെന്ന് മടക്കി വെക്കുകയാണ് അത്.
അപ്പോൾ ആ തുണിയൊക്കെ മടക്കി എല്ലാം സെറ്റാക്കി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടക്കാനൊക്കെ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.